നമസ്കാരം. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടത്തിയ പാനൽ ചർച്ച ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ വികസനത്തിന് മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കും അറിവ് നൽകുന്നതിൽ മ്യൂസിയങ്ങൾ നൽകുന്ന സംഭാവനകളും ചർച്ച ചെയ്തു. കൂടുതൽ ജനകീയമായി എങ്ങനെ പ്രവർത്തിക്കാമെന്ന കാര്യവും ചർച്ചയിൽ ഉയർന്നു വന്നു. മ്യൂസിയം രംഗത്തെ പ്രഗത്ഭർ പങ്കെടുത്ത പാനൽ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. സ്വാഗതം. Welcome to the program Reflections by all the museum professionals and museum heads from the city of Kozhikode. And I am Jayant Ganguly, the technical officer from Regional Science Center and Planetarium and Calicut. And today we are having this program Reflections to reflect upon the needs of the museum to the present society. So that what the museum is doing for actually developing the various types of innovativeness, various types of inclusions, opportunity for employment and so on. How the museums are helping the city of Kozhikode. Today Kozhikode is actually declared as UNESCO's literary hub. It is the city of literature, and lot of educational institutions, lot of non-formal education institutions like museums and other centers are existing in the city. And as a part of that full heritage, we have a galaxy of people with us who will be speaking, a panel of people who are professionals in the field, who are heading the museums, or who are very much associated with the museums. And we will be having all the professionals will be speaking on this particular program. So let's start introducing by the panelists who are present here. So please go. എൻ്റെ പേര് ഗിരീഷ് ബാബു. ഞാൻ മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ ടാക്സിഡെർമിസ്റ്റ് എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇറ്റ് വാസ് നോട്ട് ഫെമിലിയർ ടു യു. ടാക്സിഡെർമിസ്റ്റ് എന്നുള്ള പദം അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അത് മ്യൂസിയങ്ങളുടെ മുൻപ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും തൃശ്ശൂരിലും തിരുവനന്തപുരത്തൊക്കെയുള്ള മ്യൂസിയങ്ങളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ആനിമൽസിന്, മൃഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്നൊക്കെ രീതികൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു കാലത്തെ ഒരു മെത്തേഡായിരുന്നു. ഇപ്പോൾ അതത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ തൊഴിൽ മേഖലയിൽ മാറ്റം വന്നു. ഞാനിപ്പോൾ മ്യൂസിയങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ്, അതുപോലെ തന്നെ മ്യൂസിയങ്ങളുടെ കൺസെപ്റ്റ് മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. കാരണം ഈ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പം വളരെ കുറവാണ്. മ്യൂസിയങ്ങളിലൊന്നും അത് ഇപ്പം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം ഇവിടെ കോഴിക്കോട് മ്യൂസിയത്തെ കുറിച്ചാണ്, മ്യൂസിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പം ഞങ്ങൾ കോഴിക്കോട് മ്യൂസിയത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. റീസെൻ്റ്ലി അവിടെ ഒരു 3D തിയേറ്റർ വന്നു. കാരണം അതിൽ കാണിച്ചിരുന്ന ഷോസൊക്കെ കാര്യമായും അത് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരുന്നു, അതുപോലെ തന്നെ കൾച്ചറൽ പർപ്പസുമായിട്ടുള്ള, അതിനു വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയിരുന്നത്. അപ്പം ഇപ്പോൾ അത് മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരമൊരു മാറ്റം പ്രസന്റ്ലി അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പം കോഴിക്കോടുള്ള കൃഷ്ണമേനോൻ, വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എന്നാണ്. വി കെ കൃഷ്ണമേനോന്റെ പേരിൽ തുടങ്ങി അത് ഒരു വ്യക്തിയുടെ പേരിൽ നിന്നുകൊണ്ട് തന്നെ, കാരണം കോഴിക്കോടിന്റെ ഏറ്റവും പ്രൗഡായ ഒരു പുത്രൻ എന്ന നിലയ്ക്കാണ് നമ്മൾ വി കെ കൃഷ്ണമേനോനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മ്യൂസിയമാണത്. അത് ഒന്നുകൂടി മനോഹരമാക്കുന്നതിനുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആർട്ട് ഗാലറി, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു ചിത്രകാരനായിരിക്കുന്ന രവിവർമ്മയുടെ ചിത്രങ്ങൾ മുതൽ അദ്ദേഹത്തിന്റെ സമകാലികരും അതിനുശേഷമുള്ള ആളുകളുടെ പെയിന്റിങ്ങുകളുടെ ഒരു ഗാലറിയും അവിടെയുണ്ട്. അപ്പൊ ഇതാണ് നിലവിലുള്ള കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെ, അല്ലെങ്കിൽ കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയുടെ ഒരു സ്റ്റാറ്റസ് അതാണ്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ്, ആ ഒരു പ്രിമൈസിലാണ് നമ്മളുടെ ഈ കൾച്ചറൽ ആയിരിക്കുന്ന പല പ്രോഗ്രാമുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ പാനലിന്റെ അടുത്ത ചർച്ചയിലേക്ക് പറയും.
എൻ്റെ പേര് ശരജിത്ത് MC. ഞാൻ CWRDM കോഴിക്കോടിലെ ശാസ്ത്രജ്ഞനാണ്. അവിടെ കേരളത്തിലെ ഏക ജലപൈതൃക മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ള CWRDയിലാണ്. ഞാൻ ആ മ്യൂസിയത്തിൻ്റെ ഇൻചാർജാണ്. മ്യൂസിയത്തിനെ കുറിച്ചും അനുബന്ധ വിഷയങ്ങളെ കുറിച്ചും അടുത്ത റൗണ്ടിൽ പറയാം. താങ്ക് യു. Good morning, everybody. I am Dr. Vishwanath D. Hegde, Scientist and Officer in charge of Zoological Survey of India, Western Ghat Region Center, Kozhikode. So, our headquarters is in Kolkata, and we have 16 region centers all over state. And this Kozhikode center, that is Western Ghat Region Center, is one among them. And we are maintaining the museum. In museum, more than 3,000 specimens we have displayed. So, these are all for the scientific purpose. Actually, in museum there are various types. So here in our center we are displaying the specimens for the scientific purpose, and besides that we have some dry collections of some insects as well as some other materials also. As he has told, some big mammals are also done the taxidermy, and we have displayed in our museum, and even some wet collections, those who are in the alcohol, that fishes, amphibians and reptiles, they are also maintained in our center. Thank you. Good morning to all. I am MMK Balaji. I am the project coordinator for Regional Science Center and Planetarium Kozhikode, and I am happy to welcome you all for this Museum Day program. And this is the first time we are organizing such kind of gathering from the museum professionals or museum community in and around Kozhikode. And about Regional Science Center, you all know it is one of the major tourist attraction in the city, having 5 thematic galleries and 1 science park with a children corner, and planetarium is our major attraction. We organize other activities, training programs and competitions on various science principles on various commemorative days, and more details we'll discuss further. I am Dr. Pradeep Kumar KS, Deputy Director from Kerala Institute for Research Training and Urban Studies of Scheduled Castes and Scheduled Tribes. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സാംസ്കാരിക വൈവിധ്യം, അതേപോലുള്ള മറ്റു വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഗോത്രജനതയിലാണ്. ഏതാണ്ട് 700ഓളം ഗോത്ര ജനസമൂഹങ്ങൾ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ 700ഓളം ഗോത്ര ജനതയുടെ സാംസ്കാരിക വശങ്ങളെക്കുറിച്ചും അവരുടെ വികസന ആവശ്യങ്ങളെക്കുറിച്ചും അവരുടെ പാരമ്പര്യ അറിവുകളെക്കുറിച്ചും അവരുടെ കലകളെക്കുറിച്ചും ഭാഷകളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനും അവിടെ ഉന്നമനത്തിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിട്ട് നമ്മുടെ രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൃത്താക്സ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നെൽസൺ ടി. ഞാൻ കൃത്താക്സ് എന്ന വകുപ്പിലെ എത്നോളജിക്കൽ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്ററാണ്. എത്നോളജിക്കൽ മ്യൂസിയം കേരളത്തിലെ ഏക ഒരു എത്നോളജിക്കൽ മ്യൂസിയമാണ്. അതായത് കേരളത്തിലെ ഉള്ള പട്ടികജാതി ജനവിഭാഗങ്ങളുടെ സംസ്കാരങ്ങളും അവരുടെ സംസ്കാരങ്ങളും പൈതൃകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ന വസ്തുക്കളെല്ലാം ആർട്ടിഫാക്റ്റ് ആയിട്ട് സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിനോട്ടുള്ള ഏക ഒരു മ്യൂസിയമാണ് എത്നോളജിക്കൽ മ്യൂസിയം. Good morning, everyone. My name is Bashir. I have a vintage and antique art gallery and Gujarati street. I have been collecting the things from 1982. You can see variety of. I've traveled around many countries, and wherever I travel, I collect things. Now I have a pretty good collection in Gujarati street. Please come and because I've been collecting old things, and nowadays I completed around 10 years now. Started in 2015. So there are many students, many artists, all are coming to see my collection. I have variety of collection, art collection also there, numismatic and philatelic collection also there.
and vintage and antique things are also there. There is Brahmacharya, which is around 300 years old, and many things. A piano from Germany, that is end of the 18th century. Many things are there. So I invite everyone to come and please. Okay. Thank you very much. So we have introduced all of us. Now the discussions will move it in that way. That today's museum, we are in a challenge actually. When in 1994 the Regional Science Center started, we didn't have internet, we didn't have broadband, and people didn't have so much access to so many technological events. And today, if you want to know about anything, just Google it out and you find something. So museums of 90s and museums of actually 2025, when we compare their roles, they are quite different. Nowadays, we can't imagine museum just as having a lot of antique items and people will come and see. People can know about them from internet also. So in this scenario, today's role of museum is getting different. Museums has to be inclusive, has to include people. So we have large number of this Millennium Sustainable Development Goals, and one of them is that museums support local economies by creating employment opportunity and offering educational programs that empower communities. Now in our Calicut also we have so many educational institutions and so many youths are passing out each year from the institution. So and there are requirement for jobs. So I would like to panel to actually discuss upon how this SDG is accomplished by each of our respective museums. Meaning which way we can support employment opportunities or further educational programs of empowering our communities. It's open to the panel. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളത്തിലെ പട്ടികവർഗ ഗവേഷണ കേന്ദ്രമാണ് കൃത്താസ്. നമ്മുടെ കേരളത്തിലെ 36 ഗോത്ര ജനസമൂഹങ്ങളാണ്. അപ്പൊ നമ്മൾ എത്നോളജിക്കൽ മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ വരവേൽക്കുക. കേരളത്തിലെ ഗുഹാ മനുഷ്യൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശത്തെ ചോലനായ്ക്കൻ ജനതയുടെ അള എന്ന് പറയും. അവർ പണ്ട് ഇപ്പോഴും അവർ കാട്ടിലൊക്കെ താമസിക്കുമ്പോൾ വലിയ പാറയുടെ പൊത്തുകളിലാണ് താമസിക്കുന്നത്. അതിന് അള എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ചോലനായ്ക്കന്മാർ ഇപ്പോഴും അവർ കൃഷിയൊന്നും ഈ വനഭവ ശേഖരണമാണ് ചോലനായ്ക്കനാണ്. കാടിനുള്ളില് ഈ പലതരം കിഴങ്ങുകളുണ്ട്. ശതാവരി, തേനെടുക്കും, പിന്നെ മുന്തിരിക്കും, തെള്ളിപ്പന്തം എന്നൊക്കെ പറയും. അപ്പൊ ആ രീതിയിലുള്ള കിഴങ്ങുകളും പിന്നെ കായകളൊക്കെ അവർ ചെയ്യും. അപ്പൊ അത് ബുധനാഴ്ചകളിൽ മാഞ്ചേരി എന്ന് പറഞ്ഞ കാടിനുള്ളിൽ ഒരു സങ്കേതം അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചോലനായ്ക്കൻ ലൈഫിന് ജീവിതത്തെ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ തികച്ചും അറിഞ്ഞ് ജീവിക്കുന്നവരാണ് ചോലനായ്ക്കന്മാർ. അവിടെ മൊബൈലിന് റേഞ്ചില്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ല, ചുള്ളിക്കമ്പോഴും മരത്തിന്റെ ഇലകളിലുള്ള ചെറിയ ഫിംസി ആയിട്ടുള്ള ഷെഡുകളിലും പാറപ്പുറത്തൊക്കെയാണ് അവർ താമസിക്കുന്നത്. അപ്പൊ പ്രകൃതി അറിഞ്ഞുള്ള ഒരു ജീവിതം നമുക്ക് ദർശിക്കണമെങ്കിൽ ഈ ചോലനായ്ക്കരെ അടുത്തേക്ക് നമുക്ക് പോയാൽ മതി. അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ചോലനായ്ക്കൻ വിനോദം എന്ന് പറയുന്ന ഒരു യുവാവാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ 10ാം ക്ലാസ് വരെ പോകുന്ന നിലമ്പൂർ IGRM സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ കാടിനുള്ളില് അവരുടെ പാരമ്പര്യമായിട്ടുള്ള അളയിലും അവിടെയുള്ളവർ താമസിക്കുക. വിനോദിന് ആ ഒരു പ്രദേശത്തുള്ള എല്ലാ സസ്യ ജന്തുജാലങ്ങളും കൃത്യമായിട്ടാണ്. ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് ആക്രമിക്കാനുള്ള ഇതിലാണോ? വിനോദിന്റെ അഭിപ്രായത്തിൽ പാമ്പിങ്ങനെ നാക്കിങ്ങനെ വെളിയിലിട്ട് ആക്രമിക്കാനുള്ള ഇതൊന്നുമല്ല. അപ്പൊ അവരിങ്ങനെ അതിന്റെ പുറമൊക്കെ തലോടി അതിനെ കയ്യിലോട്ട് എടുത്തു. പിന്നെ അതേപോലെ വിനോദിന്റെ അളയില് ഈ നമ്മളീ പറയുന്ന സ്പിറ്റ് വൈപ്പർ, വിഷ്വൽ സ്പിറ്റ് വൈപ്പർ ചില പ്രത്യേക സീസണിൽ ഈ വിനോദിന്റെ അളയിൽ വരും. അതവിടെ കിടന്നു പോകും.
പിന്നെ അതുപോലെ വിനോദിന്റെ ഇതിൽ തവളയുണ്ട്, ഒരു വെള്ളമുള്ള തവളയുണ്ട്. ആദ്യമൊക്കെ ഇവരെ തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും സഹവസിച്ച് വിനോദം അവിടെ ഉണ്ടാകുന്നു. പിന്നെ അതേപോലെ ഈ കരിങ്കുരന്റെ കുട്ടീനെയൊക്കെ വിനോദം എടുത്തു വളർത്തിയിട്ടുണ്ട്. അപ്പൊ എടുത്തു വളർത്തി വെച്ച് അടച്ചിട്ടൊന്നുമല്ല, തോളത്തൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ട്. അതിപ്പോ ഒക്കെ വിനോദം കണ്ടാലും വന്നിട്ട് ഇങ്ങനെ തോളത്തിട്ടുണ്ട്. ഈ പക്ഷിക്കുട്ടികളെ വളർത്തിയിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു പോയിട്ട് ഇടയ്ക്ക് വന്നു. അപ്പൊ ഈ രീതിയിൽ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പാമ്പിനെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ കണ്ടാല് നമ്മൾ അതിനെ തല്ലി കൊല്ലേണ്ടതാണ് എന്നൊരു ചിന്ത ശരിയല്ല എന്നും അതിനോടൊരു പേടി നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ഒന്നിച്ചുകൊണ്ടൊരു സഹവർത്തിത്വം സാധ്യമാണ് എന്ന വലിയൊരു അറിവ്, വലിയ ഒരു ഉൾക്കാഴ്ച ഈ ചോളനായിക്ക സമൂഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഉൾക്കാഴ്ച നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറക്ക് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഈ പ്രകൃതിയെ മറന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, പ്രകൃതിയെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഈ രീതിയിൽ 36 ജനതയെ ഇങ്ങനെ എത്നോളജി മ്യൂസിയം പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇത് 36 തലത്തിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതകളെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യരെന്ന് പറയുന്നത് ഒരേ ദിശയിൽ ജീവിക്കേണ്ടവരല്ല, പല തലങ്ങളിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും. പലതരത്തിലുള്ള മനുഷ്യ ജീവിതങ്ങൾ സാധ്യമാണ് എന്ന് ഈ എത്നോളജി മ്യൂസിയത്തിലെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിലൊരു എഡ്യൂക്കേഷൻ സാധനം ഈ എത്നോളജി മ്യൂസിയം അത് കാണുന്ന സന്ദർശകർക്ക് അത് സഹായിക്കുന്നുണ്ട്. So, Dr. Pradeep has thrown some light on how actually Kirtad is working on traditional knowledge of Cholanayakans and their knowledge, how it's helping. And normally people are not aware of all these traditional knowledge. People are, as he said about the example of a snake, the people start hitting the snake as fast as they see. But what is the psychology, how the snake behaves, that actually should be learned from. No, there are certain ways in which the museum has materials to learn from that. So anybody? So especially when it comes to educating students or educating public, actually science center plays a very important role. And even when it comes to employment also, like through our education programs, we say, for example, we do demonstrations on anti-superstition. Still in many of the villages or rural places, they believe that some these superstitions, and they believe, but we try to explain that these superstitions are all basically works on science, and what is the science behind them we explain, and we try to eradicate the superstitions, beliefs and myths. And through the anti-superstition demonstration, we try to educate them that don't believe all those superstitions. That's one. And also mainly in rural areas, when it comes to the facilities, sometimes they may not able to reach the science center. So through our mobile science exhibition program, we try to reach those villages and those rural areas, and we do programs and we try to educate them on the latest developments of science and technology. That means one best example I can say, recently our center has developed a museum bus, a mobile science exhibition on space technology. So normally this space technology for the rural area people or rural communities, they may not have that much knowledge. Means how the satellites were sent and on what principle the rocket moved from Earth to the space, and how the satellites are placed into the orbits. So all these technologies were clearly explained in normal common language in that exhibition, and that mobile science exhibition went to the rural areas, especially you can say the Wayanad regions and some regions where they don't have access or they don't have even having the basic amenities to reach the science center. So we reach the unreached and we try to educate them. And another way, when it comes to the employment, we prefer the local people when we take the educational trainees or science communicators. So we prefer the local graduates, postgraduates to science center, so that through them we can easily communicate, because language plays a key role in understanding. Like when it comes to Kozhikode, what I observed is, if you communicate in local language, people are more corrective.
So what we do is we prefer the locals or local science graduates, and we engage them as our education trainees or science communicators, and we try to communicate science in the local language, that is Malayalam. And also regarding the boosting of the economy, when we speak, annually this center spends in way of maintenance or in way of developing new galleries or new programs, around 2 crores of amount will spend on various activities and developmental activities. And ultimately this economy is going to boost the local people. Local people mean the local business in and around Kozhikode. So these are the possible ways how the science center, especially the planetarium, making its impact on the Kozhikode. കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി കോഴിക്കോട് ഈസ്റ്റിയിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് മലബാർ കലക്ടർമാരുടെ കൊളോണിയൽ ഏരിയയിൽ സമയത്തു മുതൽ അത് മലബാർ കലക്ടർമാരുടെ ആസ്ഥാനമായിരുന്നു. 1970 വരെ അത് കോഴിക്കോട് കലക്ടർമാരുടെ വസതിയായിട്ടും തുടർന്നിരുന്ന ഒരു കെട്ടിടമാണ്. അത് 74 പി കെ കൃഷ്ണമേനോന്റെ മരണത്തിന് ശേഷമാണ് അത് ഒരു മ്യൂസിയമായിട്ട് ആരംഭിക്കുന്നത്. പി കെ കൃഷ്ണമേനോൻ മ്യൂസിയം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്ത് കിട്ടിയ സമയത്ത് അത് വെച്ചിട്ടാണ് ആ മ്യൂസിയം ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെ ആർട്ട് ഗാലറിയും കൂടി അതിനോട് ചേർന്ന് വന്നു. അവിടെ വിശ്വവിഖ്യാതനായ രവിവർമ്മയുടെ ചിത്രങ്ങൾ, സ്കെച്ചുകളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്. അതേപോലെ അതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ആർക്കിയോളജിയുടെ ഒരു മ്യൂസിയം കൂടി ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പഴശ്ശിരാജ മ്യൂസിയം. ഈ 2 മ്യൂസിയങ്ങളുടെയും കൂടി ഒരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ ഈ മ്യൂസിയം ഡേ സെലിബ്രേഷൻസ് ഞങ്ങൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് അത് നടത്തി വരുന്നുണ്ട്. അവിടെ അത് പബ്ലിക്കിനെ കൂടി, പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾ സംഘടിപ്പിച്ചു വന്നത്. ഞങ്ങളുടെ ഒരു പരിമിതി ഇത് ഒരു ആർട്ട് ഗാലറിയും മ്യൂസിയം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വിസിറ്റേഴ്സ് വരുന്നത്, സന്ദർശകരെ വരുന്നത് അത് കാണാൻ വേണ്ടി മാത്രം വന്ന് പോകുന്ന ഒരിടമായിട്ട് മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. അതിലേക്ക് ഞങ്ങൾ ഒരു തിയേറ്റർ, 3D തിയേറ്ററാണ് അത് ഞങ്ങൾ വിഭാവനം ചെയ്തത്. ആ 3D തിയേറ്റർ ആരംഭിച്ചു. അതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയ വശങ്ങൾ സംബന്ധിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതേപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കാണാൻ കഴിയുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. റീസെന്റ് ആയിട്ട്, അതായത് കുറഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മ്യൂസിയത്തിന്റെ ഈ തിയേറ്റർ മറ്റ് പ്രദർശനങ്ങൾക്ക്, അതായത് കോഴിക്കോടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് അവരുടെ പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് ഒത്തുചേരുന്നതിനും ഒക്കെയുള്ള ഒരു ഇടമായിട്ട് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ക്യാമ്പസും ഈ തിയേറ്ററും ചേർന്നിട്ട് അവിടേക്ക് പൊതുജനങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങളിപ്പം ഒരു പരിധി വരെ വിജയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മ്യൂസിയം ഡേയില് കൾച്ചറൽ പ്രോഗ്രാം, അതായത് നമ്മളുടെ അനുഷ്ഠാന കലാരൂപങ്ങൾ, അതേപോലെ തന്നെ സാംസ്കാരിക കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലൂടെ പൊതുജനങ്ങൾക്ക് മ്യൂസിയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇത്തരം നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവ് പകരുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങളിപ്പം ഈ മ്യൂസിയത്തിനെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമീപത്ത് ഇനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിൽ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മ്യൂസിയം ഇപ്പം ഒരു റിനോവേഷന്റെ പാതയിലാണ്, അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ മികച്ച സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മ്യൂസിയം കുറച്ചുകൂടി വിപുലപ്പെടുത്താനും അതേപോലെ തന്നെ അതിന് സമീപത്തുള്ള അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള ആളുകൾക്ക് ഇപ്പം നിലവിലിപ്പോൾ അവിടെ ഒരു
ഫിലിം ഫെസ്റ്റിവൽ നടക്കും. ചെറിയ ഫിലിം സൊസൈറ്റികളുടെയൊക്കെ ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് അതൊരു സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആകുന്നത്. എന്നാൽ ചെറിയൊരു തുകയ്ക്ക് അവർക്കൊരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനുള്ള ഒരു വേദി. രണ്ടാമത്തത് അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആ പ്രദേശത്ത് വിതരണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. ആദ്യമായിട്ട് അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ജോൺ അബ്രഹാമിന്റെ പേരുള്ള ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ ജോയ് മാത്യു മുൻകൈ എടുത്തായിരുന്നു അത് നടത്തിയത്. അതാണ് അവിടുത്തെ കാരണം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് സാംസ്കാരിക കലാരംഗങ്ങളിലെ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഈസ്റ്റീൽ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തൊരു സംഭവമായിരുന്നു അത്. അതിനുശേഷം ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അവിടെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രദേശത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും സാംസ്കാരിക രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. As we know, there is no life without water, and we also know that how the quality of water is degrading day by day, and how we are also facing challenges with the shortage of water. So the quantity and quality of water is very important. So the Water Heritage Museum, alias the Water Resources Museum of CWIDM, it acts as a hub to create awareness on the importance of water resources and its sustainable management. So that is the primary reason for establishing such a museum attached to the CWIDM campus, attached to the CWIDM main office. So in the museum, we have exhibited the traditional water conservation strategies which our forefathers have implemented. So we are having models showing them. So by which the each people from different walks of life, they can easily understand how our forefathers have done water conservation. And also we also depicted models which shows the role of water across different religions and how water is related with the culture of related with our culture. Especially we have showcased the Bhagapura River Basin, and we have also listed out the institutions attached to that river basin, and also people coming out of that river basin, very famous personalities out of that river basin. So everything is related with water. That's a message that we would like to convey with this one. So apart from that, our museum, we do participate in exhibition just to create awareness among the public, and we know that all people cannot come to Kozhikode at all. So different parts of Kerala where there are exhibitions, we do attend them at our own expense, and we do tell people about the importance of water resources and its effective management. And we do conduct training programs for farmers, generally with the support of Directorate of Agriculture and Spices Development, on homestead water management, how water can be effectively managed in our rural household. Because then there will be also demonstration of how the water can be purified. What are the agricultural practices that have to be undertaken to conserve water and things like that. And recently, very recently, we have registered with the Global Network of Water Museum, which is part of the Intergovernmental Hydrological Project. So we have recently added, we are the third in the country and one in South India who are in that network. So we are also looking forward some a good platform for more visibility of telling the importance of water resources. Attached again, we also have a climate change learning lab, which is not directly attached to museum, but whosoever visit museum, we also encourage them to visit the climate change learning lab, which was established with German support. There we showcase the importance, different aspects of climate change. What is climate change? How it is affecting our day-to-day life? How it is affecting your agriculture and different other sectors. So it's a you can spend 5 minutes to visit them. You can spend 5 days also. So the content is as you are having
both the display boards as well as the digital content is available. So it's up to your interest. You can spend more time, and there are also interactive games there. So by which, especially the students, they can learn more facts and figures about climate change. So. And for our museum, we don't have any extra support. Like we generally manage with the platform which is available for us. So if you say the rate of advancement is very less, but we are every year we are looking for new additions. So recently we have added a virtual reality sandbox by which the visitors can visualize how the water flow direction and water. The slope changes when we change the topography and all. So such additions are also coming, and we are also planning for a few more additions, so that we'll be in a good shape, especially to showcase an international platform like the World Global Network of Water Museum. Yeah, that's all about the museum. Thank you. If you see the role of museum, actually collection, exhibition, conservation, research and education. So the last part, research and education, we are doing mainly because ours is a science museum with a lot of collections of the fauna of Western Ghat. Since our center is named as Western Ghat Region Center, we have collected most of the fauna of this Western Ghat area of Kerala as well as Tamil Nadu and Karnataka part also, and we have displayed some of the fauna in our museum, and this is open for public. So at any time public can come and see the museum. It is free of cost, and people can study. Even we are encouraging the family members, then students, researchers, everybody can come to our museum and they can see, and it is access to all. And moreover, now we are taking the steps to digitize our museum collections also, so that it will be open for public and we will upload in our website. And if you see, the museum will perform acquisition of materials, so that we are doing. So we are going to the field and we are collecting the fauna of different national park, then wildlife sanctuaries, tiger reserves. So then recording of materials. So this recording means actually who has collected, at what time it is collected, whether it is in light or in during night time, or who has collected and from where it is collected, means the habitat. All these things will be with that museum collection, so that the person who is going after 40 years also, he may get the specimens from that place, or after this evolution and all, that specimen may be extinct also. So some of the collections in our museum, so now if we are going to the same place, we will not get. So the person who is studying on the science, so he can study with the help of our museum specimens. And we are connected with the Natural History Museum of London also. We have the memorandum of understanding with the Natural History Museum London. Sometimes we are sharing our things, sharing our photographs of our museum specimens, and in turn we are also taking help of the Natural History Museum. With the help of this, we will try to identify almost all the species which is present in our Western Ghat Region Center. So then exhibition of materials is very important, because we are giving the knowledge to the public, and sometimes we will give the training to the college students as well as even high school students, and then the PhD students and the public. If they want, we will give some PowerPoint presentation for all. So then in that way, we will disseminate the knowledge to the public. Then conserve, that is also very important. If you are going to the field and you are bringing the specimens to the lab, and then conservation is very important, or preservation. So we have more than 50 years of collections in our museum. If you go to our headquarters, we are having more than 110 years of collection, from not only from India, some adjacent countries also, like Nepal, then Burma, then Bangladesh. All these
collections also you will have. So with the help of this, so this year only we have uploaded the species identification, means the species which are present in India, we have uploaded in our website. That is nearly 110,000 species from India. It is far more than this flora of India. That means plants of India. So when compared to the plants, the animals are more. And in our museum, our ZSI museum, we are having nearly 65,000 species. That means 60% of all the species present in India, we are having in our museum. This is the biggest museum in India. Not only in India, when compared to some other countries also, we are having that much big museum. And part of the Indian museum, you might have heard, Indian museum is in Kolkata. Part of the Indian museum is also maintained by our Zoological Survey of India. So if you happen to go to Kolkata, you have to visit our Zoological Survey of India. We have nearly 30 centers. 30 centers means actually for all insects and the animals starting from protozoa. That is the microscopic animal protozoa to mammalia. We are having different sections, and all sections are having their own museum. And one more good museum with all mammal collections. Nowadays we can't collect the mammals, but the earlier collections are well maintained in our museum, and we have kept it for our public. And sometimes the people from our ministry as well as from different organizations, they will come and they are taking advantage of our museum collections. So they will study. So here also in our Kozhikode Museum also, we have nearly 4,000 new species which were described by our Zoological Survey of India as well as from outside, for example, colleges and universities. We have the collections, and we are the actually custodians of the further collections in India. So, and we are giving the registration number. With the help of the registration number only, actually students or people can publish their results. Without any registration number, now you can't publish any results. For Zoological Survey of India is the authenticated organization which gives the registration number for each and every specimen. So in that way, our museum is helping the public as well as the researchers by disseminating the knowledge on the fauna diversity of the Western Ghat, as well as some, if you go to our headquarters, so you are getting the knowledge of the fauna of the adjacent countries also. So as I have told you, more than 60% of species collection is in our museum. So in that way, we are helping our this public, and slowly we are digitizing the images of each species, so that so these people need not come to our center to observe the specimen. So they can see in our website, and they can take the help for the research. Thank you. Regarding my place, I cannot call it's a museum, but I have been collecting things from 1982. Variety of collection I have. And also, I started travel in 1996. Okay. I have been, I traveled around 38 countries. Okay. I collected many things from different parts of the world. Wherever I travel, I go and Sunday market, Friday market. I got plenty of old things. And the place I started in Gujarati Street is only 2015. Last 10 years only I am collecting the things. Nowadays, a lot of students, artists, and also I have an art cafe and art gallery. Okay, art cafe is running by very reputed teachers. We have
variety of continental food also there. And our main attraction is the shoot floor. There is a vintage photo shoot floor is there, and variety of antique vintage style of things are also there. Okay, and lot of books are also there, and paintings. Everything is displayed there. I welcome you all and come and see. Okay, thank you. Yeah. So we have actually got views from all the museum professionals, and they have all said about how their institution, their museum, engaged in disseminating knowledge, making a scientific tempo among the people of the city, and also providing in many cases enhanced capabilities and their self-development, so that it may have in some way or the other it may boost employability among the local public. So one thing I would just like to ask before we actually we have spoken for quite a long time. So before we conclude, this youth, today's youth, they only bother about what is immediately beneficial to them. And I get to the budget. What do we get from all these things? So as a museum, from the museum side, how do you see that? How these museums help in today's technological era? What is the role museum can play better from the taste of or from the eyes of today's youth? Yeah, like this, we adopted recent years in our science centers, where we are trying to develop the exhibits on the latest technologies like virtual reality, augmented reality. These technologies are the current generation where they are more attracted, and also we are developing some like large scale exhibits, because this is I can say it's an era for selfie and photographs. So wherever you go, people they take selfies with the establishment or with the installations or with the backgrounds, whether it is a photograph or whether it is something should be attract. Like in this way only, like if you when you entered into our park, in our park also we try to make some changes. Like in last year, just making use of a tree, we have designed a portrait of Einstein. I think that maybe is circulated in so much in many media networks also. And we have installed a giant globe. It is a 2-meter giant FRP globe, and it became a selfie point now in Science Center. And in fact, in our upcoming astronomy gallery also, we are adopting these new technologies like augmented reality, immersive displays. Immersive displays means actually visitor, when he enters into that particular environment, he feels that he was a part of that exhibit. So normally this kind of installation we call it as immersive environments. And of course the new astronomy gallery is ready for completion, and by end of this month we are going to open it. So that means what we are doing is to attract the youth, and also to make them more interested towards science. We are adopting all the new technologies available in the market, and some exhibits we develop in-house and some exhibit we develop by using the outside experts. So like we are also adopting these technologies. And also I would like to mention here that through our innovation hub is a technology lab where we train the young minds in the field of this robotics as well as this IoT. And normally during the vacation we conduct the workshops, and during the school timings also, during the academic year normal days also, we have this membership facility, and those who became the members of those innovation hub, they can come and they can learn about these technologies, what are the upcoming technologies and all. So in this way we try to educate the younger minds and try to attract them to our science center. ഇപ്പൊ ഞങ്ങള് കോഴിക്കോട് ചേവായൂരാണ് കൃത്താർസന്റെ ക്യാമ്പസ്.
അപ്പൊ അവിടെ വെച്ച് ഗോത്ര ജനതയുടെയൊക്കെ പാരമ്പര്യ കലകളുണ്ട്. അതേതാണ്ട് ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക. ആളുകൾ മാറി മാറി വരും. ബട്ട് ഇറ്റ് കണ്ടിന്യൂസ് ഈവൻ ഫോർ എ വീക്ക് ഓർ സംതിങ്. അപ്പൊ അത്തരം കലകളൊന്നും സങ്കേതങ്ങൾ നമുക്ക് അത്രത്തോളം കാണാൻ പറ്റില്ല. തുടർച്ച അന്യം നിന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം കലകളെ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന രൂപം ഒരു 30-45 മിനിറ്റ്സിലേക്ക് എല്ലാ വർഷവും ചിട്ടപ്പെടുത്താൻ ഞങ്ങളൊരു പാരമ്പര്യ പഠന കളരി നടത്തുന്നു. അപ്പൊ ഈ ഒരു കലാപഠന കളരിയിലൂടെ ഈ മുതിർന്ന ആളുകളിൽ നിന്ന് അവരുടെ പാട്ടുകള്, അവരുടെ മ്യൂസിക്, അവരുടെ നൃത്ത ചുവടുകളൊക്കെ ഈ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടി വകുപ്പിന്റെ പ്രവർത്തനത്തിലൂടെ ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഏതാണ്ട് 15ഓളം ഗോത്ര കലാ സംഘങ്ങൾ സജീവമായിട്ട് വലിയ വലിയ വേദികളിലൊക്കെ അവരുടെ പാരമ്പര്യ കലകൾ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മുതിർന്നവരുടെ കൂടുതൽ യൂത്ത്സ് ആണ് പെർഫോമേഴ്സ് ആയിട്ട്. അത് അവർക്കൊരു എക്കണോമിയുടെ കൂടെ തന്നെ ഒരു അംഗീകാരം കൂടി അവർക്ക് കൊടുക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ വർഷം 5 ഗോത്ര കലകൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനാവശ്യമായ റിപ്പോർട്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ വകുപ്പിന് നൽകിയത് അവരെ സഹകരിച്ച കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കൃത്താൻസ് വകുപ്പാണ്, ഗവൺമെന്റിന്റെ ഒരു നയപരമായ ഡിസിഷന് ശേഷം. അപ്പൊ അത്ര ഒരു ഇത് വന്നതോടുകൂടി അപ്പൊ ജഡ്ജസ് ആയിട്ടും പരിശീലകരായിട്ടും ഒക്കെ യൂത്ത്സിന് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഗോത്ര കലകളെ ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ടും വേദികൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്. പിന്നെ മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ മെയിനായിട്ട് നമ്മൾ നല്ലൊരു ഫോണാണ്, നമുക്ക് യൂട്യൂബ് നമുക്ക് വീഡിയോസ് എടുക്കാം, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പൊ ഇത്തരം കലകളൊക്കെ പോപ്പുലർ ആയതോടുകൂടി ധാരാളം ആളുകൾ യൂട്യൂബേഴ്സ് ആയിട്ടൊക്കെ ഗോത്ര കലാകാരന്റെ അടുത്ത് പോവുകയും അവരുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുകയും അതൊക്കെ തങ്ങളുടെ ചാനലുകളിലൊക്കെ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യമേളകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറ്. അപ്പൊ അത്തരം ഭക്ഷ്യമേളകളിൽ നമ്മൾ പറയുന്ന സോക്കോൾഡ് മെയിൻ സ്ട്രീമിനെ പരിചിതമല്ലാതിരിക്കുന്ന ഞാറ കവല നൂറുള്ള കിഴങ്ങുകളുടെ കുടുങ്ങിയത്, ഈ പരട്ടക്ക എന്ന് പറയുന്ന ഒരു വള്ളിയിൽ വലിയ കായം, അതൊരു മെഡിസിൻ പൗഡർ, ഒരു ഹാലുസിനേഷൻ ഏജന്റ് കൂടിയാണ്. അപ്പൊ അതിന് എന്റെ പായസം, അതിന് കഞ്ഞിയാണ്. പിന്നെ അതുപോലെ അട്ടപ്പാടിയിലെ ട്രൈബൽ ആളുകളുടെ റാഗി കൃഷി, പുളിയും കൃഷിയുണ്ട്. അവരോട് റാഗി ഉണ്ടല്ലോ, റാഗി പഴംപൊരി, റാഗി പുട്ടി, പരമിക്ക, അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം യൂത്ത്സ് വരികയും ഇവയെ കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്താനും ഇവയെ അധികരിച്ചുകൊണ്ട് കൂടുതലായിട്ട് എന്താ പറയുക ഭക്ഷ്യമേളകളോ സംഘടിപ്പിക്കാനോ ഒക്കെ യൂത്ത്സ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇത് മാത്രമല്ല, പ്രധാനമായിട്ട് ഞാൻ ഭാഷയുടെ കാര്യമുണ്ട്. ഓരോ ഭാഷ ഓരോ ലോകമാണ് നമുക്ക് കാണിക്കുക. അപ്പൊ 36 ഗോത്ര ജനതയുടെ 36 ഭാഷകളില് 36 ലോകങ്ങളാണ് നമുക്ക് കാണിച്ചത്. ആ ലോകങ്ങളിൽ അവരുടെ പാരമ്പര്യ അറിവുണ്ടാവും. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ ക്യാമ്പുകളും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യ വൈദ്യന്മാരിലാണ് ആദ്യത്തെ പരീക്ഷണം നടന്നെന്ന് പറയാം. അവരുടെ ട്രയൽ ആൻഡ് എററിലൂടെയാണ് അവർ ചില മരുന്നുകളൊക്കെ എഫിക്കസിയായി കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ സയൻസ് പുരോഗമിച്ച് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവരുടെ ഈ ലൊക്കേഷനുകളിൽ വേറെ എവിടെ കിട്ടാത്ത തരത്തിലുള്ള ചെടികളും ഇനം ചെടികളും, അപ്പൊ അതിന്റെ ഒരു ഡയറക്റ്റ് യൂസ് ആണ് കൂടുതൽ. അതിന്റെ ഒരു എഫിക്കസി ആവാം അവയുടെ ഒരു കാര്യക്ഷമതയ്ക്ക് കാരണമാണ്. അപ്പൊ ഇതിലേക്കൊക്കെ ഓരോ ഇത് ചികിത്സമാകാത്ത ത്വക്ക് രോഗങ്ങളോ മറ്റു രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വൈദ്യമാരുടെ സേവനത്തിലേക്ക് ആളുകൾ കണക്ട് ചെയ്യുന്നതിനും വകുപ്പിന്റെ പ്രവർത്തനത്തിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിൽ പറഞ്ഞാലും നമ്മൾ ഏതൊരു കൾച്ചറിനൊക്കെ ലൈവായി നിർത്തുന്നത് അവിടെ യൂത്ത്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ യൂത്ത്സിന് വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പ്രത്യേകിച്ചും സോക്കോൾഡ് ട്രൈബൽ യൂത്ത്സിന്. പിന്നെ അതോടൊപ്പം നമ്മുടെ സിറ്റി ലൈഫിനെ ഗ്രാമങ്ങളൊക്കെ കണക്ട് ചെയ്യാം, അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ, ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത്തരം കണക്ഷനും പിന്നെ സിറ്റിയിലുള്ള യൂത്ത്സിന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തും. ഇപ്പോൾ പ്രദീപ് സാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഞങ്ങളിപ്പം വയനാട്ടിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ മ്യൂസിയം. അത് വയനാടിൻ്റെ ബയോഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ഗോത്ര ജനതയുടെയും ജീവിതത്തിൻ്റെ ഒരു നേർസാക്ഷ്യമായിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അവിടെ ഈ ഗോത്ര ജനതയുടെ ജീവിതം വളരെ പ്രൗഡായി, കാരണം ഗോത്ര ജനതയെക്കുറിച്ചുള്ള സാധാരണക്കാരായ ആളുകളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്ന ഗോത്ര ജനത ഒരു വളരെ പ്രൗഡായ ഒരു ലൈഫാണ് ലീഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു മ്യൂസിയം. അതേപോലെ തന്നെ അവരുടെ ഗോത്ര കലകളൊക്കെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദി, അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ അവരുടെ ഭക്ഷ്യ
ശേഖരം അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിനുള്ള രീതി വളരെ വ്യത്യസ്തമായി. കാരണം പ്രകൃതിയെ ഒരു തരത്തിലും ഹനിക്കാതെ അവരുടെ ഭക്ഷണ രീതി അത് വളരെ വൈവിധ്യമാണ്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാം. കാരണം നമ്മളൊക്കെ കൊറോണ കൊണ്ടൊക്കെ എഫക്ട് ചെയ്ത സമയത്ത് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ കടന്നു വരുന്ന സമയത്ത് അതൊന്നും ഒരു ഗോത്ര ജനതയെ ശരിക്കും ബാധിക്കില്ല. കാരണം അവരുടെ ഭക്ഷണ രീതി, അവർ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഒരു വൈവിധ്യം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ഹൗ ദേ സർവൈവ്. നമുക്കിന്ന് കിട്ടുന്ന ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ യാതൊരു ആവശ്യമില്ല. അവരുടെ കളക്ഷൻ അത്രയും വൈവിധ്യമാണ്. അപ്പോൾ അതൊക്കെ കിഫ്താർസ് പോലെയുള്ള അവരുടെ മ്യൂസിയങ്ങളുടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ മ്യൂസിയങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ വെരി പ്രൗഡ് ടു സേ, കാരണം അത്തരം അവരുടെ ഒരു ജീവിത രീതി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കലകളെക്കുറിച്ചും അവരുടെ അനുഷ്ഠാന കലാരൂപങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ കിട്ടും. അതുപോലെ കോഴിക്കോട് ഞങ്ങളുടെ മ്യൂസിയത്തിൽ ഇപ്പം മ്യൂസിയം ഡേയോടനുബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിച്ചു വന്നത് ഇത്തരം അനുഷ്ഠാന കലാരൂപങ്ങൾ. കാരണം കോഴിക്കോടിൻ്റെ അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അത്തരം കലാരൂപങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത ചിലതാണ് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ മ്യൂസിയം ഡേയോടനുബന്ധിച്ച് പാവക്കൂത്ത്, കാരണം കോഴിക്കോട് ഒരു പരിധിവരെ പരിചിതമല്ലാത്ത ഒരു കലാരൂപമാണ്. അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നിഴൽ പാവക്കൂത്ത് വളരെ അപൂർവമാണ്. പാലക്കാട് തന്നെ ഏതൊരു ഫാമിലി, ഒരു കുടുംബം മാത്രം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു വളരെ അപൂർവമായൊരു കലാരൂപമാണ്. അത് അവതരിപ്പിക്കേണ്ടത്. അതേപോലെ വിവിധ തരത്തിലുള്ള ഇത്തരം അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടും മ്യൂസിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി എന്താണ്, ഈ മ്യൂസിയം ഡേ മാത്രമല്ല, ഞങ്ങൾക്ക് കൾച്ചറൽ വീക്ക്, ഹെറിറ്റേജ് പൈതൃക വാരം എന്ന് പറഞ്ഞൊരു വാരം, ആ സമയത്തും ഇത്തരം കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്തരം നമ്മൾക്ക് മറന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കലാരൂപങ്ങളെയും അവയുടെ ഈ വൈവിധ്യത്തെയൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ 2018-19 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിയം ഡയറക്ടറേറ്റിൽ ഒരു 1 ഇയറിൽ ഒരു കൂടിയാട്ടത്തിൻ്റെ ഒരു 1 ഇയർ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. അതായത് ഒരു മാസത്തിൽ 2 പങ്ക്. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രൗഡായ ഒരു കലാരൂപമാണ്. പക്ഷേ അധികം ആളുകളിലേക്ക് എത്താത്തൊരു കലാരൂപമാണ്. ആദ്യമായിട്ടായിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിലൂടെ മ്യൂസിയം വകുപ്പ് അവതരിപ്പിച്ചത്. ആ സമയത്താണ് ഒരു വലിയൊരു ജനവിഭാഗം, തിരുവനന്തപുരത്തൊക്കെ വലിയൊരു ജനവിഭാഗം കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം കാണുന്നത്. അപ്പോൾ ഇത്തരം നമ്മുടെ കലാരൂപങ്ങളെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊക്കെയുള്ള വലിയൊരു ശ്രമം മ്യൂസിയങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നറിയിക്കുക. Thank you. So today we see that the museum is really an energizing thing for the society. It is doing great impact in Kozhikode, the city of literature, in God's own country, Kerala. And our center, Regional Science Center and Planetarium, has already been explained. It goes through all branches of science with special reference to astronomy and space science. Is a part of National Council of Science Museums, which is an organization having 28 centers throughout India, and it has developed many centers across the globe also. So we are happy to bring about this program Reflections, and I thank each and every of our panelists to have come here and shared their views and opinions and showed us how actually informal education is boosting through all the museums as a collective effort. Thank you. കൂടുതൽ ക്രിയാത്മകമായി സമൂഹത്തിനുതകുന്ന രീതിയിൽ എങ്ങനെയെല്ലാം മ്യൂസിയങ്ങളെ നവീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ ഫലപ്രദമായ ചർച്ചയാണ് നടന്നത്. ഇത് മ്യൂസിയങ്ങളുടെ നവീകരണത്തിനും അതുവഴി ഭാവി തലമുറയ്ക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നതും നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.
Thank you.